ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ടോട്ടൻഹാം ഇന്നലെ എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത്. അതും അവരുടെ സ്വന്തം ഗ്രൗണ്ടിൽ ഓൾഡ് ട്രാഫോർഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്വന്തം കാണികൾക്ക് മുമ്പിലായിരുന്നു ഇന്നലെ അതിദയനീയ പരാജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏറ്റുവാങ്ങിയത്. എതിരില്ലാത്ത 3 ഗോളിന്റെ പരാജയം കൂടാതെ ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു. പുതിയ സീസണിലെങ്കിലും മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ആരാധകർക്ക് നിരാശ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമ്മാനിക്കുന്നത്. 2024-25 സീസണിൽ 6 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 7 പോയിന്റ് മാത്രമാണ് യുണൈറ്റഡിന്റെ സമ്പാദ്യം. ആദ്യ 10 പോലും നിലവിൽ അവർക്ക് സ്ഥാനമില്ല. കഴിഞ്ഞ സീസണിൽ യുഎഫ ചാമ്പ്യൻസ് ലീഗിന് പോയിട്ട് യൂറോപ്പ ലീഗിന് പോലും അവർക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല. പുതിയ സീസണിലെങ്കിലും യുണൈറ്റഡിൽ നിന്നും ഒരു പുതിയ പ്രതീക്ഷ അല്ലെങ്കിൽ മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് ആരാധകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. നിലവിൽ ആരാധകർക്കൊക്കെ നിരാശ നൽകുന്ന വാർത്തയാണ് സർ അലക്സ് ഫെർഗൂസന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അവരുടെ പ്രതാപകാല ഫോമിലേക്ക് കൊണ്ടുവരാൻ ഒരു പരിശീലകർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ശരിക്കും സത്യം. എന്തായാലും വരും മത്സരങ്ങളിലെങ്കിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പ്രതാപകാലത്തെ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്ഥിരതയാർന്ന ഒരു ഗോൾ സ്കോറർമാരില്ല എന്നത് തന്നെയാണ്, മികച്ച സ്ട്രൈക്കർമാരില്ല എന്നത് തന്നെയാണ് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരിടുന്ന വലിയ വെല്ലുവിളി. എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിലവിൽ 6 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പുതിയ സീസണിലും ആരാധകർക്ക് നിരാശ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യ 10 പോലും യുണൈറ്റഡിന് പുതിയ സീസണിൽ എത്താൻ 6 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ടില്ല.